ഇപ്പോൾ തിരച്ചിൽ താൽക്കാലികമായി നിർത്തി കരയിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം ഇപ്പോൾ കാണിക്കുന്നത്. ഏതായാലും മാൽപ്പ തന്നെ ഒരു പക്ഷേ മാധ്യമപ്രവർത്തകരോട് നമ്മളോട് എന്തൊക്കെ കാര്യങ്ങളെന്ന് ഒരു പക്ഷേ വിവരിച്ചേക്കാം. അദ്ദേഹം അതിനായി മുകളിലേക്ക് വരുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. മനഫേ ഈശ്വർ മൽപ്പെ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് സംസാരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും ഗംഗാവലിയുടെ അടിത്തട്ടിലേക്ക് പോയ മൽപ്പയ്ക്ക് നിർണായക വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു വാഹനത്തിന്റെ ഭാഗങ്ങൾ കൂടി അവിടെ കണ്ടെത്തിയിരിക്കുന്നു. അത് രണ്ടാമത് കണ്ടെത്തിയത് ലോറിയുടേതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വേണം. അത് മൽപ്പെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാകും കൂടുതൽ വ്യക്തത കാര്യത്തിൽ വരിക. എന്തായാലും 2 വാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഒന്ന് ലോറിയുടേതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് അർജുന്റേതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഭാരത് ബെൻസിന്റെ ലോറിയാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവിടെ നിർണായക നിമിഷങ്ങളിലൂടെയാണ് ഷിരൂർ ദൌത്യം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടെത്തിയ വാഹനങ്ങൾ പുറത്തെത്തിക്കുക എന്നതാണ് ഇനി നിർണായകമായ കാര്യം. അതിൽ കൂടുതൽ സൗകര്യങ്ങൾ, ക്രെയിൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ആവശ്യമായി വരും. ആ വാഹനങ്ങൾ അവിടെ നിന്ന് പുറത്തെത്തിക്കണമെങ്കിൽ അതിനുള്ള നടപടികളൊക്കെ ആലോചിക്കാനായി ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരും. രണ്ടാമതൊരു വാഹനം കൂടി കണ്ടിരിക്കുന്നത്. വാഹനം ഏതാന്നുള്ള അതിന്റെ പൂർണ്ണ ഭാഗം ഇല്ല. വാഹനത്തിന്റെ ആക്സിലേറ്ററും ക്ലച്ചും അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. ആക്സിലേറ്ററും ക്ലച്ചും മറ്റു ഭാഗങ്ങളും ഇപ്പൊ 2 വാഹനമായി. ഇനി ഇതൊക്കെ പൊന്തിക്കണം. ഒക്കെ ഇതിന് കയറിട്ട് വെക്കുന്നുണ്ട്. ഇനി എന്താന്നുള്ളത് കൂടുതൽ മേലോട്ട് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ വാഹനങ്ങൾ ഏതൊക്കെ എന്താന്നുള്ളത്. 2 വാഹനത്തിലാണ് ഈ 2 കയറിട്ടത്. അപ്പൊ രണ്ട് കയറിട്ടത് 2 വാഹനമാണ്. പക്ഷെ അത് പിന്നീട് ആ മാർക്ക് ആ അടയാളം പോവാതെക്കാൻ വേണ്ടിട്ട് ഇട്ട് വെക്കണതാണ്. ഇതിന് ടയറോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ജസ്റ്റ് ആ ഒരു ഡ്രൈവിംഗ് ഏരിയ. അതെ ഏരിയ. അല്ല, അത് ക്യാബിൻ തന്നെ ഇല്ല. മേൽഭാഗം ഇല്ല. അതിന് സ്റ്റിയറിംഗ് മാത്രമുള്ള ഒരു ഭാഗങ്ങളാണ് ഇതുവരെയുള്ള. ഇല്ല, ഞാൻ പറഞ്ഞ തന്നെയാണ് കാര്യങ്ങളായി വരുന്നത്. ഇത് ഇതിനുള്ളിൽ കുറെ വാഹനങ്ങൾ ഉണ്ട്. ഇത് പറയാനാണ് അനുവദിക്കാത്തത്. ഇത് ഇല്ല, ഒരിക്കലും പറയാൻ കഴിയില്ല. അർജുന അല്ല, അതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഇവിടുന്ന് ഏകദേശം ഒരു 20-30 മീറ്റർ അപ്പുറം 2 വ്യത്യാസമുണ്ട്. 2 ഇവരെ ഞാൻ വീണ്ടും ആവശ്യപ്പെടുന്നത് ഈശ്വർ മലപ്പന്റെ കൂടെ മറ്റുള്ളവരും കൂടി അനുവദിച്ചിട്ട് ഇറങ്ങി തപ്പട്ടെ. ഇല്ല, അത് എന്ന് രാവിലെ എന്റെ നിർബന്ധപ്രകാരമാണ് രാവിലെ തന്നെ 6 മണിക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇറക്കിയ സ്ഥിതിക്ക് പിന്നെ അവർ കയറ്റിയിട്ടില്ല. എന്നാലും ഒന്നും കൂടി സൗകര്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പിന്നെ എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾക്കും ഒരു ചുരുള അയ്യേണ്ടതുണ്ട്. അത് അയച്ചുകൊണ്ടിരിക്കേണ്ട അയാള്. അയാൾക്ക് അതിനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ അതെ. ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്തായി കൊണ്ടുക്കാം. ഞാൻ ഭക്ഷണം വാങ്ങി കൊടുത്തു. അതങ്ങനെ തന്നെ. അതൊക്കെ ഇനി ഇവരല്ലേ തീരുമാനിക്കണ്ടേ. പൊക്കൂല എന്നുള്ള ഒന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ അധികാരികമായി പറയേണ്ടത് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമാണ്. എന്തായാലും ഈ സാധനങ്ങൾ